നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അതിപ്രധാനമായ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുകയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 7:30 കൊച്ചിയിൽ ആ പോരാട്ടം ആരംഭിക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ആരൊക്കെയുണ്ടാകും? ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നലെ കോച്ച് ചില വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എല്ലാവരും അവൈലബിളാണ്. നമുക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് നോഹ് സദോയി ഒഴികെ ബാക്കി എല്ലാവരും അവൈലബിളാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കളിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 11-ൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അതാണ് അറിയേണ്ടത്. കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് കോച്ച് നടത്തിയത്. എന്ന് പറഞ്ഞാൽ അഡ്രിയാൻ ലൂണയെ താഴേക്ക് വലിച്ചുകൊണ്ടുള്ള ഒരു ഫോർമേഷൻ, ഓൾമോസ്റ്റ് ഒരു ഡിഫെൻസീവ് മിഡിൻ്റെ റോളിലോ ഒക്കെ അങ്ങനെയാണ് അദ്ദേഹം പൂർണ്ണമായി കളിച്ചതെന്നല്ല, ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടി പുറകോട്ട് വലിച്ചുകൊണ്ടുള്ള ഒരു ഫോർമേഷൻ ഇറക്കി. അത് ചെന്നൈയിൻ എഫ്-സിക്ക് മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. അതുമാത്രമല്ല, നോഹിനെ തടയുക എന്ന തന്ത്രങ്ങളൊക്കെ ഒരുക്കി വന്ന ചെന്നൈയിൻ എഫ്-സിയുടെ മുന്നിലേക്ക് നോഹിനെ കരക്കിരുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾക്ക് തനിക്ക് കെൽപ്പുണ്ട് എന്നുള്ളത് പുരു കഴിഞ്ഞ കളിയിൽ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ നോഹ് പരിക്കേറ്റ് പുറത്താണ്, ശരിയാണ്. എന്നാൽ പോലും ബാക്കിയുള്ള താരങ്ങളെ വെച്ച് മാക്സിമം ഉപയോഗപ്പെടുത്താൻ, അവരുടെ കഴിവ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. ആ ഏത് താരത്തിന് പരിക്ക് പറ്റിയാലും ടീമിനത് ബുദ്ധിമുട്ടാണ്, എന്നാലും ഉള്ളവരെ വെച്ച് മികച്ച രൂപത്തിൽ പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കഴിഞ്ഞ കളിയിലെ ടാക്ടിക്സിൽ നിന്ന് ഇന്നുണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. എതിരാളികൾ അത്ര എളുപ്പമല്ല അവർക്കെതിരെ കളിച്ച് വിജയിക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫെൻസീവ് മിഡായിട്ട് ഡ്യൂസൻ ലെഗാത്തൂറിനെ കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ടുവന്നാൽ കഴിഞ്ഞ കളി കളിച്ച 4 വിദേശ താരങ്ങളിൽ ഒരു വിദേശ താരത്തെ പുറത്തിരുത്തേണ്ടി വരും. അതായത് ഒരു പക്ഷേ ഡിഫൻസിൽ മിലോസ് ടെൻസിച്ചിനെ അപ്പോൾ മാറ്റേണ്ടി വരും. അങ്ങനെ വന്ന ബികാഷ് യുംനാമും റുയ്വ ഹോർമിപ്പാമും ചേർന്ന് സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ കളിക്കുന്ന സ്ഥിതിയായിരിക്കും. അപ്പോൾ അതുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. 2 യുവതാരങ്ങളെ സെൻറ്റർ ബാക്കുമാരാക്കി അങ്ങ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള കളിയിൽ അങ്ങ് ഇറങ്ങാൻ ബ്ലാസ്റ്റേഴ്സ് കോച്ച് തുനിയുമോ? ഇതൊക്കെ ആരാധകർ ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം ബികാഷ് യുംനാമിൻ്റെ ഒരു ഡെബ്യൂ കാണാൻ അവർ ആഗ്രഹിക്കുന്നു. ഡ്യൂസൻ ലെഗാത്തൂറിനെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും കഴിഞ്ഞ കളിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 11-ൽ നിന്ന് വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാവും. ഡിഫൻസിൽ നവോച്ചയും ഡ്രിൻസിച്ചും റുയ്വ ഹോർമിപ്പാമും തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലതുപാർശ്വത്തിൽ സന്ദീപ് സിംഗിനെയാണ് കഴിഞ്ഞ കളിയിൽ ഇറക്കിയത്. ഇനി ഈ കളിയിൽ ഐബനെ ഇറക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഉണ്ട്. ഡാനിഷിനോടൊപ്പം കഴിഞ്ഞ കളിയിൽ അഡ്രിയാൻ ലൂണ തന്നെയായിരുന്നു. അതേ ഫോർമേഷനിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. മുന്നേറ്റങ്ങളിൽ അമാവിയയും അതുപോലെ തന്നെ കോറുവും പാർശ്വങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ പെപ്രയും ഹിമനസും ഒരുമിച്ച് ചേർന്ന് മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി പക്ഷേ ഇടതു പാർശ്വത്തിൽ ഐമൻ റെഡിയാണ്. അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ 11-നെ കുറിച്ച് പറയാനുള്ളത്. ഏതായാലും വ്യത്യസ്തമായൊരു ഫോർമാറ്റ് ഇതിൽ നിന്നും കോച്ച് അവതരിപ്പിച്ചാലും അത്ഭുതപ്പെടേണ്ടില്ല. എതിരാളികളുടെ ചിന്തക്കപ്പുറം ചിന്തിക്കുക എന്നുള്ള ഒരു രീതി കഴിഞ്ഞ കളിയിൽ നമുക്ക് പുരു കാണിച്ചു തന്നിട്ടുണ്ട്. അത് തുടർന്നാൽ ഒരു പക്ഷേ മോഹൻ ബഗാൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.